നമസ്കാരം ഫ്രണ്ട്സ്, ഗരം മസാലയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ഉണക്കച്ചെമ്മീനും പിന്നെ കുറച്ച് മാങ്ങയും പിന്നെ കുറച്ച് തേങ്ങയും അതിൻ്റെ കൂടെ തന്നെ 2-3 വറ്റൽമുളകും ഉണ്ടെങ്കിൽ നമുക്ക് കിടിലനായിട്ടുള്ള ഒരു സൈഡ് ഡിഷ് റെഡിയാക്കി എടുക്കാം. ചോറിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. വേറൊന്നുമല്ല, ഉണക്കച്ചെമ്മീൻ മാങ്ങ ചമ്മന്തിയാണ്. നല്ല ടേസ്റ്റുള്ളൊരു തനി നാടൻ വിഭവമാട്ടോ ഇത്. ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കാൻ തോന്നും. എന്തായാലും മാങ്ങയുടെ സീസൺ അല്ലേ ഇപ്പോൾ. അപ്പോൾ നമുക്കിങ്ങനെ വളരെ ഈസി ആയിട്ട് ഈ ഉണക്കച്ചെമ്മീൻ മാങ്ങ ചമ്മന്തി റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ചമ്മന്തിയിലോട്ട് മുളക് എടുക്കാം കേട്ടോ. ആദ്യം മുളകിനെ നമുക്ക് ചുട്ടെടുക്കാൻ വേണ്ടത്. ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പപ്പടക്കോൽ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഓരോ മുളക് കോർത്തെടുക്കുകയാണ്. ഡയറക്റ്റ് കനലിലിട്ടിട്ട് ഇങ്ങനെ കോർത്തെടുത്ത വറ്റൽമുളക് ചുട്ടെടുക്കുക. അതല്ലെങ്കിൽ ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിൽ ജസ്റ്റ് വെച്ചിട്ട് ചുട്ടെടുത്താൽ മതി. എൻ്റെ അടുപ്പിൽ ഇപ്പോൾ തീയുണ്ട്, അപ്പോൾ ഞാൻ അടുപ്പിൽ തന്നെ കനലിൽ തന്നെ ഇട്ടിട്ട് ചുട്ടെടുക്കുകയാണ്. നല്ല കനലുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കനലിലോട്ട് വെച്ചിട്ട് ഒന്ന് ചുട്ടെടുത്താൽ മതി. നമ്മുടെ ചുട്ടെടുത്ത മുളക് കേട്ടോ ഇത്. ഈ മുളക് ചുട്ടെടുത്ത നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇനി ഈ മുളക് ഉപയോഗിച്ചിട്ടാണ് ചെമ്മീൻ മാങ്ങ ചമ്മന്തി ഉണ്ടാക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഉണക്കച്ചെമ്മീൻ എടുക്കാം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ ഈ ഉണക്കച്ചെമ്മീൻ. ഇത് പാനിലോട്ട് ചേർത്തിട്ട് ഞാൻ വറുത്തെടുക്കണേ. നല്ല സ്മെല്ല് വരട്ടെ, അതുവരെ നമുക്ക് വറുത്തെടുക്കാം. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് 1/4 കപ്പ് ഉണക്കച്ചെമ്മീനാണ്. 1/4 കപ്പ് തേങ്ങയാണ് എടുക്കുന്നത്. കാരണം ഉണക്കച്ചെമ്മീനിൻ്റെ സ്മെല്ല് നന്നായിട്ട് മുന്നിട്ട് നിൽക്കണം നമ്മുടെ ചെമ്മീൻ മാങ്ങ ചമ്മന്തിയിൽ. അതുകൊണ്ട് തേങ്ങ അധികം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ ചെമ്മീനിന് ചെറുതായിട്ട് ആവിയൊക്കെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. നമ്മൾ ഉണ്ടാക്കുന്നത് ഉണക്കച്ചെമ്മീൻ മാങ്ങ ചമ്മന്തിയല്ലേ. അപ്പോൾ നമുക്കിതിലോട്ട് മാങ്ങ വേണം. ഞാനിവിടെ ചെറിയൊരു മാങ്ങ എടുത്തിട്ടുണ്ട്. ഈ മാങ്ങ പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ചെറിയ പീസുകളാക്കിയിട്ട് മുറിച്ചെടുക്കാം. ചെറിയ പീസുകളാക്കിയിട്ട് മുറിച്ചെടുക്കാം. അരച്ചെടുക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ചെറിയ പീസുകളാക്കിയിട്ട് മുറിച്ചെടുക്കുന്നത്. ഇവിടെ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള മാങ്ങ ചേർക്കാം. ചെറിയൊരു മാങ്ങ കേട്ടോ ഇത്. അടുത്തതായിട്ട് നമുക്കിതിലോട്ട് ഒരു ചെറിയുള്ളി ചേർക്കണം. ഇനി നമുക്ക് തേങ്ങ ചേർക്കാം. 1/4 കപ്പ് തേങ്ങ ഇത്. ഇനി ഞാനിവിടെ ഒരു തണ്ട് കറിവേപ്പില ചേർക്കുന്നുണ്ട്. ഇനി ഞാൻ ചുട്ട് വെച്ചിട്ടുള്ള വറ്റൽമുളക് ചേർക്കണേ. ഇവിടെ ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റി ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാർ മതി. ഇനി കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ വലിയ ജാറൊക്കെ എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ പിന്നെ അമ്മിയിൽ അരച്ചെടുക്കേണ്ടി വരും. ഇനി നമ്മൾ നേരത്തെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ചേർക്കാം. ഞാൻ ഇതെല്ലാം കൂടെ ഒന്നിച്ച് അങ്ങ് അരച്ചെടുക്കാം കേട്ടോ ചെയ്യുന്നത്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് അരച്ചെടുക്കാം. ചമ്മന്തിയുടെ ഒരു പരുവുണ്ടല്ലോ, അത്ര മതിയേ. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ ചെമ്മീൻ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചെമ്മീൻ്റെയൊക്കെ നല്ല ഫ്ലേവർ വരുന്നുണ്ടേ. ഈ നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ചെമ്മീൻ ചമ്മന്തി മാത്രം മതി. നല്ല ടേസ്റ്റ് ഉണ്ട്. വെറും 10 മിനിറ്റിൻ്റെ താഴെ മാത്രം സമയം എടുത്തിട്ടുള്ളൂ ഈ ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി. അങ്ങനെ നമ്മുടെ തനി നാടൻ വിഭവം ഉണക്കച്ചെമ്മീനും മാങ്ങയും ചുട്ടെടുത്ത മുളകൊക്കെ ചേർത്തുണ്ടാക്കിയിട്ടുള്ള നല്ല കിടിലൻ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു സൈഡ് ഡിഷ് ആട്ടോ ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിൽ നല്ല അടിപൊളി റെസിപ്പികളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.